ഇതുവരെയും ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ചിക്കൻ കറി ഇനി ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 സവാള അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. സവാള വേകാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. അപ്പൊ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നന്നായി സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രമേ ആ ചിക്കൻ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്ക് അടച്ചു വെച്ച് തന്നെ വേവിക്കണം. അപ്പൊ അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും 2 തക്കാളിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. കുറച്ച് മഞ്ഞപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്രേവി ഒന്ന് ലൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് തന്നെ വേവിക്കണം. അപ്പൊ 15 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോ ഗ്രേവിയൊക്കെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ചിക്കൻ കറി ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.